ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോകം വളരെ സുന്ദരാണ് അല്ലേ? പക്ഷേ ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ലോകം വളരെ സേഫാണോ? അല്ല എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എങ്കിൽ ഈ 5 കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അവരോട് ഒറ്റപ്പെട്ട പാതകൾ ചൂസ് ചെയ്യാതിരിക്കുക എന്ന് പറയാം. അവർ എപ്പോഴും ആളുകളുള്ള സ്ഥലങ്ങളിലൂടെ മാത്രം പോവുക. ഇത് ഇടവഴിയാണല്ലോ, ഇതിൽ കൂടെ പോയാൽ വേഗം വീട്ടിലെത്താലോ എന്ന് പറഞ്ഞ് ഒറ്റയ്ക്കാവുമ്പോൾ ഒരിക്കലും ഒറ്റപ്പെട്ട വഴിയിലൂടെ പോകരുതെന്ന് പറയണം. എപ്പോഴും റോട്ടിൽ ആളുകളുള്ള വഴി കൂടെ തന്നെ പോകണം എന്ന് പറയുക അവരോട്. രണ്ടാമത്തെ കാര്യം, സ്ട്രേഞ്ചേഴ്സ് എന്ത് തന്നാലും വാങ്ങി കഴിക്കരുത്, വാങ്ങി കുടിക്കരുത്, മണത്ത് നോക്കരുത്, അവർ തരുന്നതൊന്നും വാങ്ങരുത്. സ്ട്രേഞ്ചേഴ്സ് എന്ത് തന്നാലും വാങ്ങരുത്. അതുപോലെ തന്നെ അപരിചിതരായ മുതിർന്നവർ വന്ന് അവരോട് എന്തെങ്കിലും സഹായങ്ങൾ ചോദിക്കുകയാണ് എന്ന് വിചാരിക്കുക. മോനെ ഒരു സഹായം ചെയ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്നങ്ങോട്ട് പറയാം. കാരണം മുതിർന്നവർക്ക് കുട്ടികളുടെ സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല സാധാരണ ഒരു സാഹചര്യത്തിൽ. പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ്, എന്തെങ്കിലും അവരെ തട്ടിക്കൊണ്ടു പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. ഈ മുതിർന്നവർ വന്ന് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ, അതേ ഒന്ന് വഴി പറഞ്ഞു തരുമോ മോനെ, വണ്ടി കയറിക്കോ, ഒന്ന് വഴി പറഞ്ഞു തരുമോ അങ്കിളിന് എന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് പോയി കഴിഞ്ഞാലോ എന്താണ് അവിടെ ചെയ്യാൻ പറ്റുക? അപ്പം ആദ്യം തന്നെ റിഫ്യൂസ് ചെയ്യുക, കട്ടൻ ഡ്രൈ ആയിട്ട് റിഫ്യൂസ് ചെയ്യുക. എനിക്കറിയില്ല അങ്കളെ, പറ്റില്ല എന്ന് പറഞ്ഞങ്ങ് പോവുക. ഓക്കെ, അതാണ് ഏറ്റവും നല്ല കാര്യം. നാലാമത്തെ കാര്യം, കുട്ടികളോട് എപ്പോഴും പറയുക നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിൽ അച്ഛനും അമ്മയും വരാൻ വൈകും, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ ഒറ്റയ്ക്കാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കുക. മാക്സിമം നമ്മുടെ ഫ്രണ്ട്സിനോട്, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർക്ക് മാത്രം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ബാക്കി ആരോടും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട്, ആരൊക്കെയുണ്ട് എന്നൊന്നും ഇവരാരും അറിയേണ്ട കാര്യമില്ല. അടുത്ത കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ആരെങ്കിലും പറയുകയാണ്, കുട്ടികളോട് ആരെങ്കിലും പറയുകയാണ്, അതേ ഇത് അച്ഛനും അമ്മയും അറിയണ്ട കേട്ടോ, അച്ഛനോടും അമ്മയോടും പറയണ്ട കേട്ടോ എന്നെപ്പോഴെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് പറയുക, അത് അപ്പം തന്നെ വന്ന് അച്ഛനോടും അമ്മയോടും പറയാൻ. നമ്മൾ അറിയേണ്ടാത്ത ഒരു കാര്യവും കുട്ടിയുടെ ജീവിതത്തിൽ വേണ്ട. നമ്മൾ അറിയേണ്ടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ ഹൈഡിങ് നടക്കുന്നുണ്ട്. എന്തിനാണ് നമ്മളോടൊരു കാര്യം ഹൈഡ് ചെയ്യുന്നത്? അത് ശരിയല്ലാത്ത എന്തോ കാര്യമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വലിയൊരു ബോംബ് പൊട്ടി അത് അറിയുന്നതിനേക്കാട്ടിലും നമ്മൾ ആദ്യം തന്നെ അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുക, അച്ഛനോടും അമ്മയോടും ഇത് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്പം തന്നെ വന്ന് അച്ഛനോടും അമ്മയോടും പറയണം കേട്ടോ. അത് അർജൻറ്റാണ്, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന്. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? ഈ 5 കാര്യങ്ങളും നിങ്ങൾ വീട്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. എല്ലാവരും ലേൺ ആൻഡ് റൂബിറ്റ് സ്കിപ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്